ബുക്കിംഗ് തുടങ്ങിയ ആദ്യ 2 ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രം ദൃശ്യം 3. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടൻ മീന കൂട്ടുകെട്ട് വന്നിരിക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമ. ദൃശ്യം സീരീസിലെ 3ാം ഭാഗത്തിനായിട്ട് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം റെക്കോർഡ് കളക്ഷനിലെ ആദ്യ ദിനം സ്വന്തമാക്കുമെന്ന് ഉറപ്പിക്കാം. ജിത്തു ജോസഫ് തന്നെയാണ് ഈ സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തത്. ആദ്യ ഭാഗത്തിനേക്കാൾ കൂടുതൽ താരങ്ങൾ 3ാം ഭാഗത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ ചിത്രത്തിൻ്റെതായിട്ട് പുറത്തു വരുന്ന പ്രീസെയിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പരിശോധിക്കുമ്പോൾ ചിത്രം ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ കേരള ബോക്സ് ഓഫീസിനായിട്ട് 7 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. GCCയിലും അതോടൊപ്പം തന്നെ ഗൾഫ് കൺട്രികളിലും മറ്റ് യൂറോപ്യൻ കൺട്രികളിലെല്ലാം തന്നെ ചിത്രത്തിന് വലിയൊരു വരവേൽപ്പ് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ റിലീസ് നീട്ടിയത് ഒരു കണക്കിന് ഗുണകരമായി. വാഴ 2 എന്ന് പറയുന്ന സിനിമ കത്തിക്കേറി വൻ വിജയം തീർത്തപ്പോൾ ഒരുപക്ഷെ ദൃശ്യം 3ക്ക് ഒരു സൈഡ് എഫക്റ്റ് കിട്ടേണ്ടതായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രം സേഫ് സോണിൽ റിലീസിനെത്തുമ്പോൾ ബോക്സ് ഓഫീസിൽ വൻ വിജയങ്ങൾ സ്വന്തമാക്കുമെന്നാണ് സിനിമാ പ്രേമികൾ ഉറ്റുനോക്കുന്നത്. കേരള ബോക്സ് ഓഫീസിന് ആദ്യ ദിനം ഏകദേശം 15 കോടി പിന്നിട്ടാൽ എമ്പുരാന്റെ കളക്ഷൻ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ പ്രീ സെയിലിലൂടെ ഇതിനോട് തന്നെ ആദ്യ ദിനം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം എമ്പുരാനാണ്. ആ ഒരു കളക്ഷൻ ഒരുപക്ഷെ ദൃശ്യം 3യിലൂടെ ലാലേട്ടന് തന്നെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കുന്നത് പ്രതീക്ഷിക്കാം. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി. അപ്പോൾ ദൃശ്യം 3 എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.